ഹോണ്ടൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ആണ്. ഹോണ്ടൻ്റെ 2025 മോഡൽ CB200Xൻ്റെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, വണ്ടിൻ്റെ പ്രൈസ്, ബാക്കി സ്പെക്സ് വൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ മാറ്റം വണ്ടിൻ്റെ പേരിലാണ് അവർ മാറ്റം കൊണ്ടുവന്നേക്കുന്നത്. CB200X എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പം NX200 ആക്കി മാറ്റിയിട്ടുണ്ട്. CB200X ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് CB500Xൻ്റെ ഇൻസ്പയറോടെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു മോഡലിൻ്റെ പേര് അവർ മാറ്റിയിട്ട് NX500 ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു CB200X എന്നുള്ള പേര് മാറ്റി NX200 ആക്കി മാറ്റി. ഇത് ഭയങ്കരമായിട്ടുള്ള വലിയ മാറ്റമൊന്നുമല്ല, ഹോണ്ടൻ്റെ ഒരു റീബ്രാൻഡഡ് ആയിട്ടുള്ള നെയിമാണ്. ഇന്ത്യയിൽ CB സീരീസിലാണെങ്കിലും നേപ്പാളിലേക്ക് ഈ ഒരു NX200 തന്നെയാണ് പേര് വന്നേക്കുന്നത്. ഇന്ത്യയിലും ആ ഒരു പേര് തന്നെയായിരിക്കും ഇനി മുമ്പോട്ട് തുടരാൻ പോകുന്നത്. ഈ ഒരു NX200നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഹാർഡ് കോർ ആയിട്ടുള്ളൊരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ADV ഒന്നുമല്ല. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഓടുന്ന ഹോണ്ടൻ്റെ ഒരു 180cc ഉള്ളൊരു സിറ്റി ടൂറിങ്ങിനൊക്കെ പറ്റിയുള്ളൊരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. കേരളത്തിൽ തന്നെ സിറ്റീസിലൊക്കെ പല ബാഡ് പാച്ച് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓടാൻ പറ്റിയിട്ടൊരു നല്ലൊരു സിറ്റി ടൂറും കൂടിയാണ്. അല്ലാണ്ട് നമുക്ക് എക്സ്പൾസോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ട നല്ല ഡിസൈൻ തന്നെയാണ് വണ്ടി കൊടുത്തേക്കുന്നത്. ആ ഒരു CB500Xും നല്ല ഒരു ഡിസൈനുള്ള മോഡലാണ്. ആ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ ഈ ഒരു മോഡൽ വന്നപ്പം തന്നെ കാണാൻ നൈസാണ്. ഇതൊരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു മോഡലാണെങ്കിലും കുറച്ച് നമുക്ക് റോഡിലൊക്കെ കുറച്ചും കൂടി റോഡ് പ്രസൻസ് വണ്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി വലിയ ബൈക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു 200cc അല്ലെങ്കിൽ 180cc കാറ്റഗറിയിൽ തന്നെ നല്ലൊരു ലുക്കുള്ള മോഡലാണ് NX200. വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ മോഡലിന് വന്നിട്ടുള്ളത് നോക്കാം. ഞാനൊക്കെ പല വീഡിയോസിൽ പറഞ്ഞാണ് CB200X ഒക്കെ അത്യാവശ്യം നല്ലൊരു മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ കൂടി ആ ഒരു ബൈക്കിന് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. പല 160cc ബൈക്കിനും വരെ പല അപ്ഡേറ്റ് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കമ്പനീസ് ഇപ്പം കൊടുക്കുന്നുണ്ട്. ഹോണ്ടക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മാറ്റം വണ്ടിയുടെ മീറ്റർ കൺസോളാണ്. പഴയ LCD മീറ്റർ കൺസോൾ മാറ്റിയിട്ട് ഒരു പുതിയ TFT മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മീറ്റർ കൺസോളിൽ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ ബ്രേക്കിങ്ങിലാണ്. കുറച്ച് മുമ്പ് വരെ വണ്ടി സിംഗിൾ ചാനൽ ABSലാണ്. ഫ്രണ്ടിൽ മാത്രമേ ABS കൊടുത്തിട്ടുള്ളവർ. അതൊരു ശരിക്കും ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര നെഗറ്റീവാണ്. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്കൊരു ഡുവൽ ചാനൽ ABS എങ്കിലും വാങ്ങുന്നവരെന്താണ് എക്സ്പെക്ട് ചെയ്യും. ഇത്തവണ NX200 ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ബ്രേക്കിംഗ് ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ബാക്കിൽ ABS വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സിറ്റി യൂസ് ഇല്ലെങ്കിൽ ഹൈവേ യൂസിനൊക്കെ പോകുന്നവർ കുറച്ചും കൂടി ബ്രേക്കിങ്ങിലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 184cc ആയിട്ടുള്ള സിംഗിൾ സെൻറ്റർ ആയിട്ടുള്ള എയർ കൂൾ എഞ്ചിനാണ്. 17 PS ഓഫ് പവർ 8500 RPM ജനറേറ്റ് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് 16 Nm ആണ്. 6000 RPM അത് ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടിക്ക് 5 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ടിൽ നിന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ഒരു സെയിം പവർ തന്നെയാണ്. മാറ്റം വന്ന കാര്യം എന്ന് പറയുന്നത് വണ്ടിൻ്റെ ഇപ്പോഴത്തെ എമിഷൻ ആയിട്ടുള്ള എഞ്ചിനാണ്. OBD2 എമിഷൻ ആയിട്ടുള്ള എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള കാമായിട്ടുള്ള എഞ്ചിനായിരിക്കും പുതിയ NX200 അവർ കൊടുത്തേക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഹോണ്ടൻ്റെ ഹോർണറ്റ് 2.0ൻ്റെ സെയിം എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ ചെറിയ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്തി ഈ ഒരു മോഡലിന് കൊടുത്തേ ഉള്ളൂ. വണ്ടിൻ്റെ മൈലേജിലൊന്നും ഒരു ഷോർട്ടും വരാൻ സാധ്യതയില്ല. ആ ഒരു സെയിം മൈലേജ് തന്നെയായിരിക്കും. ചിലപ്പോൾ 1-2 മൈലേജ് വണ്ടിക്ക് പുതിയ മോഡലിന് ഈ ഒരു OBD2 മെഷീന് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു 45 to 50 ആണ് വണ്ടിക്ക് കിട്ടാൻ പോകുന്ന മൈലേജ്. അത്യാവശ്യം നല്ലൊരു മൈലേജുള്ള മോഡലാണ് NX200. ഇനി വണ്ടീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോവാം. ഫ്രണ്ടിലൊരു LED ലൈറ്റാണ് വന്നേക്കുന്നത്. അതിൽ വലിയൊരു വിൻസ്ക്രീൻ കൂടി കാണാൻ പറ്റും. ഫ്രണ്ടിലൊരു ഗോൾഡൻ ടൈപ്പിലുള്ള UHT4 ആണ് വന്നേക്കുന്നത്. ബാക്കിൽ നോക്കുവാണെങ്കിൽ 7 സ്റ്റെപ്പ് പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്കാണ്. വണ്ടിയുടെ സീറ്റിംഗ് ഒക്കെ വന്നേക്കുന്നത് സ്പ്ലിറ്റ് സീറ്റാണ്. പിന്നെ ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാറിൽ തന്നെ നെക്കിൾ ഗാർഡും അവൈലബിൾ ആണ്. ഇനി വണ്ടിയുടെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. 1-2 മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് വണ്ടിക്ക് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഏകദേശം 18,000 രൂപയാണ് പുതിയ മോഡലിന് കൂടിയിട്ടുള്ളത്. അതിൽ TFT മീറ്റർ കൺസോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, പിന്നെ ഡുവൽ ചാനൽ ABS കൂടിയാണ്. 1,68,000 രൂപയാണ് വണ്ടീൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. വണ്ടി മാർച്ചിൽ തന്നെ ഡെലിവറി ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഹോണ്ടൻ്റെ പുതിയ മോഡലിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ NX200 അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ സൈക്കിൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.